ഹായ് 3000 ആണുങ്ങളോട് ഡാഷ് ചെയ്താൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. എങ്ങനെ അറ്റൻഡ് ചെയ്യാം? നമ്മുടെ പട്ടാളത്തിലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളെ ഇൻ്റർവ്യൂ എടുക്കും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടു കാണും. ഈ നമ്മുടെ ഒരുപാട് പട്ടാള പടങ്ങളൊക്കെ എടുത്ത ഒരു വ്യക്തിയില്ലേ, പേര് ഞാൻ പറയത്തില്ല. പണ്ടൊരു ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. പെൺപിള്ളയുടെ പേര് ലാവച്ചുള്ള പേരാ. അത് ഞാൻ പറയുന്നില്ല. എന്തിനാണ് അടുത്തവരുടെ പേരൊക്കെ പറഞ്ഞിട്ട്. ഇവരെ വിളിച്ച് ഒരു 2-3 പാർട്ടായിട്ടങ്ങ് ഇൻ്റർവ്യൂസാ. എത്ര പേരുണ്ടായിരുന്നു, ആദ്യവട്ടം എങ്ങനായിരുന്നു, എന്തിനാ ഇത് പോയത്, ഇത് പട്ടാളത്തിലൊക്കെ വിരമിച്ച് വന്ന് ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്ത, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ചെയ്ത സമരങ്ങൾ ചെയ്ത് പോരാടി ഒന്നുമില്ലാതെ എവിടെങ്കിലും അവശതയിൽ ജീവിക്കുന്ന പല വ്യക്തികളും ഉണ്ട്. അവരെ ഒന്നും ഇൻ്റർവ്യൂ എടുക്കത്തില്ല. ഇതുപോലെ ഉള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ എടുക്കത്തുള്ളൂ. ഇത് വർഷങ്ങൾക്ക് മുന്നേ കണ്ടൊരു ഇൻ്റർവ്യൂസാണ്. ഇതിപ്പോഴും യൂട്യൂബിലുണ്ട്. അടിച്ചു നോക്കിയാൽ വരും. അവരുടെ പേര് രണ്ടുപേരുടെ അടിച്ചാൽ മതി വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കാലം പോകുന്നത്. ഞാനപ്പോൾ തൊട്ട് ആലോചിക്കുന്ന ഒരേ ഒരു കാര്യം, ഈ പെണ്ണുമ്പിള്ള എന്ത് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? അത് അവരുടെ ഇൻ്റർവ്യൂ, അവർ കഷ്ടപ്പെട്ടതും അല്ലെ അവർ ചെയ്ത കാര്യങ്ങളും ഇൻ്റർവ്യൂസ് എടുക്കാം. പക്ഷേ ഇത്രയ്ക്കും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ആ ഇൻ്റർവ്യൂ എന്തിനാണ് അറ്റൻഡ് ചെയ്തത്? ചോദ്യം ചോദിക്കാൻ അവർക്ക് ഈക്വലായിട്ട് ഒരാളെ ഇരുത്തി സംസാരിക്കാം. അപ്പോൾ തൊട്ട് എനിക്ക് മൈൻഡിൽ അന്നോട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പറയാനൊരു ചാൻസും കിട്ടിയില്ല, അതുകൊണ്ട് ഇവിടെ ഒന്ന് പറയുക. 4 പേരുടെ മൈൻഡിൽ ഈ ചോദ്യം വരാൻ വേണ്ടി മാത്രമാണ്. ഇതിപ്പം പെട്ടെന്ന് ഓർത്തതിന് കാരണം തോന്നുന്നത് 2-3 ദിവസം കൊണ്ട് രണ്ടൂന്നില്ല, ഒരു മസ്ലിമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാത്രിക്ക് 24,000 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? എന്താണ് അവൻ സമൂഹത്തിന് വേണ്ടി, എന്ത് അവൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് സമൂഹത്തിനോ പുതുതലമുറയ്ക്കോ എന്ത് പ്രയോജനം? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരും ചിന്തിക്കത്തില്ല. സമൂഹം എങ്ങനെ പോയാലും നമുക്കെന്താ? അങ്ങനെ ചിന്തിച്ചു. നമ്മുടെ കുടുംബം നല്ലതല്ലേ, നമ്മുടെ കുട്ടികൾ നല്ലതല്ലേ, അങ്ങനെ ചിന്തിച്ചു പോകും. അപ്പം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം അവിടാണ്. ഇവൻ്റെ ഇൻ്റർവ്യൂ, ഇവൻ എന്തിനു വേണ്ടിയാണ്? അയ്യോ, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ വളർന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വളർന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ രീതിയിലേക്ക് അങ്ങ് പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തുകൊണ്ട് പാറ ചുമന്നുകൂടാ? ഫുഡ് മതിയല്ലോ, എന്തോലും കഴിക്കാൻ മതിയല്ലോ. എനിക്ക് ലക്ഷക്കണക്കിന് കടം എങ്ങനെ വരുന്നതാണ്? നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ തകുതിക്കനുസരിച്ച് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കടം വരത്തില്ല. ഇതിപ്പം നിങ്ങൾ നല്ലതായിട്ട് കണ്ടു കാണും. ഇവൻ വന്ന് എല്ലാ മീഡിയ ഇപ്പോൾ യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ തുറന്നാൽ ഇവൻ ഇൻ്റർവ്യൂ, ഇവനിങ്ങനെ കൈയും വിരിച്ച് എന്തോത്തിന് നെഞ്ച് വിരിച്ച് എന്തിനാണ് ഇരിക്കുന്നത്? അപ്പോൾ പബ്ലിക് ഇഷ്ടപ്പെടുന്നത്, മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത് ഇതാണ്. അവന് മനസ്സിലായി. അവൻ കുട്ടികളെ അല്ലെ ചെറുപ്പക്കാരെ, വരൂ, ഒരു രാത്രിക്ക് 25,000 കിട്ടും, വരൂ, നിങ്ങൾ എന്തിനാണ് വളരെയധികം കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ട് ലഹരി ഇത്രയധികം കൂടുന്നു? അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് ഇത്രയധികം മോശമായിട്ടൊരു രീതിയിലേക്ക് ആൺകുട്ടികളും ചെറുപ്പക്കാരും ആണുങ്ങളും ഒക്കെ മാറിപ്പോകുന്നു? ഇതാണ് കാരണം. ഇപ്പോൾ എൻ്റെ തന്നെ മെസ്സേജ് വന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് 24 വയസ്സ്, മല്ലു ബോയ്, കേരള ബോയ്, ഇത്ര അടി, ഇത്ര ഇഞ്ച് എന്നൊക്കെ എന്നോട് വന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കും, ഇവനല്ല എന്നോട് എന്തിനാ പറയുന്നതെന്ന്. അതുമല്ലാതെ ഇവന്മാരുടെ എടുത്ത് ഇങ്ങോട്ട് എനിക്ക് അയച്ചു തരത്തുന്നുണ്ട്. എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വരിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് റീലാക്കി മാറ്റാം. എന്ത് പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. ഇന്ന് കണ്ട് നാളെ മറന്നു പോകും, പെട്ടെന്ന് മറന്നു പോകും. ആ ഒരു സ്പീഡ്, ഈ കൊടുങ്കാറ്റൊക്കെ അടിച്ചു വരുന്നില്ലേ, വെള്ളപ്പൊക്കമൊക്കെ വരുന്നില്ലേ, അതുപോലെ വരുമോ ഈ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഒക്കെ അടിച്ചു വരുമ്പോൾ? ദൈവമേ, ഇനി ഒരിക്കലും ഈ പാവം ചെയ്ത ആൾക്കാർ പോലും അവർ ഭയങ്കര പ്രവൃത്തികളൊക്കെ അവിടെ ഇവിടെ കാരുണ്യമൊക്കെ ചെയ്യും. ഇനി ഒരു തെറ്റും ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അറിയാമല്ലോ അല്ലേ? ഇപ്പം ഞാൻ ഇത് പറയാൻ വന്ന കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കുന്ന കാര്യം ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്നെ പോലെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ഇൻ്റർവ്യൂസ് കണ്ടിടം മുതൽ പല ഇൻ്റർവ്യൂസും അതിൻ്റെ കമൻറ്റും ഒക്കെ വായിച്ചതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇതാണ്: സമൂഹത്തിനോട് അവൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ കൊണ്ട് കുട്ടികളെ നിങ്ങളതിലെങ്ങും ചെന്ന് വീഴരുതെന്നോ, അല്ലെങ്കിൽ എന്താണ്? ഞാനാണെങ്കിൽ അതിലൊരു പോയിന്റ് എന്നെ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്ത്. പല സിനിമാ നടിമാരും അല്ലെ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ലേഡീസിൻ്റെയൊക്കെ പിന്നിൽ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുമെന്ന്. അപ്പം ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടുകൊണ്ട് ഞാൻ തന്നെ അവരെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ മൈൻഡിൽ മുഴുവനും ആ ചിന്തയാവും. ദൈവമേ! അപ്പം ഇവൻ പറഞ്ഞേക്കുന്നത് എന്തുവാന്ന് വെച്ചാൽ, ഞങ്ങൾ ആ ലേഡിയുടെ പിൻ പിറകെ ഇങ്ങനെ വരും. പക്ഷേ ആ അപ്പം അവരുടെ കണക്ഷൻ ഞങ്ങളായിരിക്കും. അപ്പം ചിന്തിച്ചു നോക്കിയേ, ഇനി ഏതൊരു സിനിമ എക്സാമ്പിൾ നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരാളുടെ പിന്നിൽ ഒരാളിങ്ങനെ വന്ന് നിന്നാൽ ദൈവമേ അവനായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കത്തില്ലേ? അപ്പം ഇത് ഒരു ചോദ്യചിഹ്നമാണ്. സമൂഹത്തിന് മുന്നിൽ ഭയങ്കരമായിട്ടൊരു ചോദ്യചിഹ്നമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ മാടി വിളിക്കുകയാണ്. വരൂ, 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 വരൂ എന്ന്. എല്ലാം ഉണ്ട്. പണമുണ്ട്. നല്ല ഇതേപോലെ ബോഡിയൊക്കെ ഇതുപോലെ ആക്കി വെക്കണം. ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കിട്ടും. അത് പെണ്ണുങ്ങൾ 40 തൊട്ട് 70 വയസ്സിലുള്ള പെണ്ണുങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പണം കൊടുത്ത് വാങ്ങാനും ആൾക്കാരുണ്ടെങ്കിൽ എന്ത് കാര്യം വിൽക്കാനും ഇവിടെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെയുള്ള ഒരു കാര്യം പല ആൾക്കാരും പറയുന്നത് കേട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ നടക്കുമെന്ന്. വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്ത്രീ എവിടോ ഫോൺ വിളിച്ചിട്ട് നിങ്ങളൊക്കെ കണ്ടു കാണും. ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, "ഇന്ന് കിട്ടുവോ? എത്ര രൂപയാവും? ആള് ക്ലീനാണോ? എത്ര അടിയുണ്ട്? എത്ര ഇഞ്ച് ഉണ്ടെന്നൊക്കെ ഫോണിൽ കൂടെ ചോദിക്കുന്നുണ്ട്. അത് ഇപ്പോഴും എല്ലായിടത്തും ഇത് വന്നതോടുകൂടി അതും പിന്നെയും പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കാലങ്ങൾ പോകുന്നത്. നമ്മള് ഇതൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ കാലഘട്ടത്തെ നമ്മള് എന്തോ പറയുന്നത് ശപിച്ചുകൊണ്ടിരിക്കണോ? അതെങ്കിൽ മനുഷ്യൻ മാറിയതാണോ? എന്തുവാന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. പണം ഡാഷ്, ഡാഷ് 3 കാര്യത്തിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലോകം. അങ്ങനെ എന്താണെന്ന് പല ആൾക്കാരും പറഞ്ഞു. പല വേഴ്സും പച്ചയായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പച്ചയായിട്ട് പറയുന്നില്ല. കുറച്ച് നിർത്തി വെച്ചേക്കുവാ. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താണ് ഈ 2 കാര്യവും പറഞ്ഞത് എന്താണെന്ന്. ഈ 2 കാര്യവും ചിലർക്ക് എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലരൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പോകും. ഇതെന്തുവാന്ന്. ചിന്തിക്കാനുള്ള കാര്യങ്ങളാണിത് ഭയങ്കരമായിട്ട്. ഈ ഇൻ്റർവ്യൂസ് ഒന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് കാണുക. അവൻ പറയുന്ന ഓരോ വാക്കുകളും 25K കൊടുത്തൊക്കെ ആൾക്കാർ പോകാനുള്ള കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിന് ഒരാൾ പബ്ലിക്കിലോട്ട് വന്ന് എന്ത് കാര്യം ഇപ്പോൾ ഒരാൾ കോമഡി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു പബ്ലിക്കിലോട്ട് വന്ന് പറയുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ കണ്ടാലും ആ ഒരാൾക്ക് അത് ചിന്തിക്കാനുള്ളതോ അല്ലെങ്കിൽ അത് അവർക്ക് ആ അനുഭവം ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ എന്നുള്ള ഒരു രീതിയിലായിരിക്കണം. ഇപ്പം ഈ ചെക്കൻ വന്ന് അധികം പറഞ്ഞ നമ്മുടെ മനസ്സിൽ ഒന്നേ ഒന്ന് മാത്രമാണ്. നമ്മുടെ മനസ്സല്ല നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ഏജ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നതിനേക്കാൾ അവർ ജോലി തിരക്കിലും അവിടെ ഇവിടെയൊക്കെ ചുറ്റി എപ്പോഴെങ്കിലും ഒരു ചുമ്മാ ഒരു ടൈമിൽ ആയിരിക്കും ഫോൺ എടുക്കുന്നത്. പക്ഷേ ചെറിയ കുട്ടികൾ എനി ടൈം അവരുടെ കയ്യിൽ ഫോണാണുള്ളത്. അവരെല്ലാം ഇത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അപ്പം അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ്. ഇങ്ങനെയുണ്ടോ? ഞാനും പോയാലോ? ചിലപ്പോൾ നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നല്ല പണം സമ്പാദിക്കും. ഒന്നും കുഴപ്പമില്ല. എല്ലാം നമ്മുടെ കാര്യങ്ങളും കറക്റ്റാ നടക്കും. എന്ത് പറയത്തില്ലേ, എന്തോ പശുവിൻ്റെ എന്തുവാ അകിടിൻ്റെ ചൊറിയോ എന്തുവാ പശുവിൻ്റെ കൊതുകോ ഏത് പാലോ എന്നൊക്കെ പറഞ്ഞൊരു പഴഞ്ചൊല്ലില്ലേ, അതേപോലുള്ള കാര്യമാണ്. അത് നടക്കും, കറക്റ്റാ നടക്കും. അപ്പം കുട്ടികളെയൊക്കെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് പണ്ട് ആ പെൺകുട്ടികളെ സൂക്ഷിക്കെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ ആൺകുട്ടികളെയും സൂക്ഷിക്ക്. ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഇന്ന് നടക്കുന്ന സംഭവമൊന്നുമല്ല. നിങ്ങൾ അതിശയത്തിൽ ഇങ്ങനെ മസൽമാനെ സൂക്ഷിച്ച് നോക്കാൻ. വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് എന്തോ പറയുന്നത് ഒരു ചെക്കൻ മുംബൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു എൻ്റെ പട്ടികൾ സമ്മതിക്കത്തില്ല. അപ്പം അവിടെ ഇങ്ങനെ ഈ എന്തോ കാമാത്തിപുരയെന്നോ റെഡ് സ്ട്രീറ്റെന്നോ ബ്ലൂ സ്ട്രീറ്റെന്നോ ഒക്കെ ഉണ്ടല്ലോ. അവിടെ അതേപോലെ തന്നെ ആണുങ്ങൾക്കും ഉണ്ടെന്നാണ് പറയുന്നത്. ആ ചെക്കൻ വളരെ 16 17 വയസ്സ് അവിടെ പോയിട്ട് 10 30 40 വയസ്സാകുമ്പോഴത്തേനും തിരിച്ചു വന്ന് ഒരു ആത്മകഥ യൂട്യൂബിലിടുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് കാരണം അവൻ എന്തുവാന്ന് പ്രശ്നം വെച്ചാൽ അവന് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും കണക്ഷൻ ഉള്ള ഒരു ചെക്കൻ, നോർമൽ ചെക്കനാണ്. ഇവിടെ വന്ന് പണമൊക്കെ ഒത്തിരി സമ്പാദിച്ച് അത് വീട്ടിൻ്റെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായത് കാരണം അവരെ നോക്കാനൊക്കെയാണ് ഈ ചെക്കൻ പോകുന്നത്. ഒരു കഥയുണ്ടായിരുന്നു അങ്ങനെ. അപ്പം ഇതൊക്കെ വർഷങ്ങളോളം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നാണ് ഇത് നടന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2000 മുന്നേ ഉള്ള സംഭവമാണെന്ന് തോന്നുന്നു ഈ ഒരു ഇത് അവൻ പറയുന്നത്. ഇപ്പോഴേ നല്ല വയസ്സായി ആ ആള്. ഇൻ്റർവ്യൂസ് കണ്ടതാണ് ഞാൻ കേട്ടോ. അതാണ് വിശ്വസിക്കുന്നത്. ആത്മകഥയല്ലേ, അതുകൊണ്ടാണ്. അതേപോലെ ഇന്നലെ ആ ചെക്കൻ വന്നിരുന്ന് പറയുന്ന കാരണം ഇങ്ങനെ ചിന്തന ഭയങ്കരമായിട്ട് ചിന്തിച്ചു. എന്താണ് സമൂഹത്തിന് വേണ്ടി എന്താണ് ഇവൻ ചെയ്യുന്നത് എന്ന്.
നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയോ? എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മസിൽമാനോട്. മസിൽമാനെ, നീ വന്ന് ഇങ്ങനെ ഇരുന്ന് കണ 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 അടിച്ചല്ലടാ. എന്താടാ നീ സമൂഹത്തിൽ ഈ നിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ് നിർത്തലാക്കണം. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പബ്ലിസിറ്റി ചെയ്ത് വിട്ട് മറ്റുള്ളവർക്ക് അതൊരു എൻകറേജ് ആയി. അതിനു വേണ്ടി തന്നെയാണ് കുട്ടികളെ നിങ്ങൾ അധികം പഠിക്കുകയൊന്നും വേണ്ട, എന്തിനാ പഠിച്ച് ടൈം വേസ്റ്റ് ചെയ്ത് കഷ്ടപ്പെടുന്നേ, വരൂ നമുക്ക് 1 നൈറ്റ് ടു 25K വാങ്ങാം എന്ന് പറയുന്ന പോലെ എനിക്ക് ഫീലായി. നിങ്ങൾക്കായോ? ചിരിക്കാം പൊട്ടി ചിരിക്കാം. കൺട്രോൾ ചെയ്യാൻ ഒരാളില്ലാത്ത ലോകമായി പോയത്.